അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല ആളുകളും ഫിനോയിൽ രമേശൻ എന്ന് വിളിക്കാറുള്ള ഒരാൾ. ഞാൻ അദ്ദേഹത്തെ സ്വാമി എന്നും വിളിച്ചിട്ടില്ല, ഫിനോയിൽ രമേശൻ എന്നും വിളിച്ചിട്ടില്ല. സ്വാമി എന്നൊക്കെ നമ്മൾ വിളിക്കണമെങ്കിൽ അതിനൊക്കെ ചില യോഗ്യതകൾ ഉണ്ടാകണ്ടേ? അത്തരത്തിലൊരു യോഗ്യതയുമില്ലാത്ത ആളാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നാളിതുവരെ അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കാത്തത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് രമേശൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പ്രായ കൂടുതലുള്ള ആളല്ലേ, രമേശൻ ചേട്ടൻ എന്ന് വിളിക്കാം. ഈ രമേശൻ ചേട്ടനെ 2-3 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന ഒരു വാർത്ത, ആ വാർത്തയുടെ ലിങ്കുകൾ ഒരുപാട് ആളുകൾ എനിക്ക് അയച്ചു തന്നു. അവരൊക്കെ അയച്ചു തരാനുള്ളതിൻ്റെ കാരണം ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം. എന്തു പ്രതികരിക്കാനാണ്? നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതല്ലാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രത്യേകിച്ചൊരു സന്തോഷമൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച് അദ്ദേഹം വീട്ടിലെത്തിയതിന് ശേഷം 1-2 വീഡിയോകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. എന്നല്ല, അത് കണ്ടപ്പോൾ എനിക്ക് 1-2 സന്തോഷങ്ങൾ ഉണ്ടായി. അതിലൊന്നാമത്തെ സന്തോഷം, ഒരു കേസ് വന്നപ്പോഴേക്കും ഒരു മനുഷ്യൻ എത്രമാത്രമാണ് മാറിയത്. അതിനു മുമ്പ് എന്തായിരുന്നു അദ്ദേഹം പറയുന്നത്? മുഴുവനും വർഗീയത, പച്ചത്തെറി, ഒരു സമുദായത്തെ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം വിമർശിച്ചു കൊണ്ടിരുന്നത്. ഒരു കാലത്ത് ഈ സമുദായം അദ്ദേഹത്തിന് എല്ലാമായിരുന്നു. ഈ സമുദായത്തിന്റെ വിശ്വാസങ്ങളായിരുന്നു അദ്ദേഹത്തിനെന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കേട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി തിരുമേനി എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം ഈ സമുദായത്തെ സുഖിപ്പിച്ചിരുന്ന ഒരാൾ എല്ലാം നേടി, കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞപ്പോഴേക്കും എന്തുമാത്രം തെറിയാണ് ഈ സമുദായത്തെ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ പ്രതികരിച്ചിരുന്ന ഒരാള് ഒരു കേസ് വന്നപ്പോഴേക്കും ആകെ മാറി. ഞാനതിനെ കുറ്റപ്പെടുത്തിയതല്ല, അത് നല്ലതാണ്. അദ്ദേഹം മാറട്ടെ, തെറ്റുകൾ തിരുത്തട്ടെ, എന്നിട്ട് നല്ല ഒരു മനുഷ്യനായി അദ്ദേഹം പ്രതികരിക്കട്ടെ. എന്തായാലും ആ കേസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നത്. എന്നെ ഇന്ന് പോലീസുകാർ അതുപോലെ കംപ്ലൈൻറ്റ് വന്നില്ലായിരുന്നെങ്കിൽ, പോലീസുകാർ ഫർദറായിട്ട് ആക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്കൊരു ഔത്സുക്യം തോന്നിനെ, എന്നാൽ ഇനി അടുത്തത് ഇടാൻ തോന്നിനെ. പക്ഷെ ഇവിടെ വെച്ച് ഈശ്വര കൃപ എന്ന് പറയാം, അത് തടയപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ പോലീസുകാരുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ അതാ പറഞ്ഞത്, നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമായി. എന്നെ സംബന്ധിച്ചിടത്തൊരു പുണ്യപ്രവൃത്തി എന്നാണ് പറഞ്ഞത്. കാരണം എന്തോ മനസ്സിലൊരു വല്ലാത്തൊരു മാറ്റം വന്ന പോലെ, മനസ്സിലൊരു സുഖം വന്ന പോലെ. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശിക്ഷ അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത് വിട്ടുകളയതാണ്, അത് വിട്ട് ഞാനതെന്ന് പറഞ്ഞിട്ടൊന്നും ഇസ്ലാമിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ DSI വിളിച്ച് പറഞ്ഞോളാം, കേട്ടോ, നമുക്ക് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, ഇത്തരം കാര്യത്തിൽ അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ? നിങ്ങൾ തന്നെ പറയാം, അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ? അതെനിക്ക് കിട്ടി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? എത്ര ഇഷ്ടത്തോടെയും എത്ര ബഹുമാനത്തോടെയുമാണ് പറയുന്നത്. നല്ലതാണ്. ഈ ഒരു കേസ് ഉണ്ടായത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ എത്ര വലിയ മാറ്റമാണ് വന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതേപോലെ തന്നെ അദ്ദേഹം പനിച്ച് ആശുപത്രിയിൽ കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല, എനിക്കൊരു ദൈവത്തിലും വിശ്വാസമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം ആ വീഡിയോ അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോകൾ അദ്ദേഹം റിമൂവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ദൈവവിശ്വാസി അല്ല എന്ന് നമ്മളോട് പരസ്യമായി പറഞ്ഞ ആള് ഈ ഒരു കേസ് വന്നപ്പോഴേക്കും ദൈവകൃപ, ഈശ്വര കൃപ എന്നൊക്കെ പറയണമെങ്കിൽ അതും നല്ലൊരു മാറ്റമല്ലേ? മാറട്ടെ, അതും നല്ലതാണ്. അതല്ലാതെ സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നവരുടെ കൂടെ കൂടിയതുപോലെ അവരെ പുകഴ്ത്തി പറയുക, അവർ പറയുന്ന വാക്കുകൾ പറയുക. എന്തൊക്കെയായിരുന്നു ഇസ്ലാമിനെ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു മുസ്ലിമീങ്ങളെ പറഞ്ഞത്? ഇവന്മാരുടെ ഈ മതം യാതൊരു സംശയവുമില്ല, അക്ഷരത്തെറ്റു കൂടാതെ വിളിക്കാം, ഇതൊരു പേപ്പട്ടി മതം തന്നെയാണ്. ഈ ഒരു വാക്ക് നമ്മുടെ നാട്ടിൽ ആരാണ് ആദ്യമായി പറഞ്ഞത്?
കടുത്ത ഇസ്ലാം വിരോധിയായ ഒരുത്തൻ അവനെ പൊക്കിപ്പറയുക, അവൻ്റെ പ്രോഗ്രാമുകളെ പ്രൊമോട്ട് ചെയ്യുക, അവൻ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ കടുത്ത ഇസ്ലാം വിരോധിയായി മാറിയ ഇദ്ദേഹം ഇപ്പോൾ ഈശ്വരവിശ്വാസിയാകുന്നു. അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നൊക്കെ ആദരവോടുകൂടി പറയുന്നു. ഈ മാറ്റങ്ങൾ സ്വാഗതാർഹമാണ്. പിന്നെ എനിക്ക് വേറെ ഉണ്ടായ ഒരു സന്തോഷം, ലീഗുകാര്, യൂത്ത് ലീഗുകാര് അവര് കേസ് കൊടുത്തത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ തെറി പറഞ്ഞപ്പോഴാണല്ലോ അവര് കേസ് കൊടുത്തത്. ലീഗുകാരെ, ഇത് നിങ്ങൾക്ക് കുറച്ച് മുമ്പ് ചെയ്തുകൂടായിരുന്നോ? ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ കാരണങ്ങളില്ലായിരുന്നോ? ബഹുമാനപ്പെട്ട പാണക്കാട്ടെ സ്വാദിഖലി ശിഹാബ് തങ്ങളെ ഇയാള് വിളിച്ചത് നമ്മുടെ നാട്ടിൽ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് റോട്ടിലൂടെ നടക്കുന്ന ഒരു തെമ്മാടി വിളിക്കുന്ന തെറിയ. അത് ഒരു തവണയല്ല, പല തവണ. വിയോജിപ്പുകൾ ഉണ്ടാകാം, അത് പറയാം. അതിനപ്പുറം കേട്ടാലറക്കുന്ന തെറി. പാണക്കാട്ടെ തങ്ങന്മാരെ വിളിച്ചില്ലേ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിച്ചില്ലേ? ഉസ്താദിന്റെ മകനെ വിളിച്ചില്ലേ? ഇതൊക്കെ വിളിക്കാനുള്ളതിന്റെ കാരണം എന്താ? കടുത്ത ഇസ്ലാം വിരോധം. ഇങ്ങനെ പല സന്തോഷങ്ങളും എനിക്കുണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. ഈ പ്രതികരണം കണ്ടിട്ട് അദ്ദേഹം ആകെ മാറി നല്ല മനുഷ്യനായി എന്നൊന്നും പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്ന് മാത്രമല്ല, എന്നെ കാണുന്നവരോടും പറയാനുള്ളത് അതാണ്. നമുക്കൊരു വട്ടം കടി കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ പാമ്പ് കടിക്കില്ലെന്ന്. എന്തുകൊണ്ടാണ്? ഒരു കടി കിട്ടിയാൽ അവൻ മനസ്സിലാക്കും അത് മാളമാണ്, അതിൽ ചിലപ്പോൾ പാമ്പുണ്ടാകാം, ആ പാമ്പ് കടിച്ചേക്കാം. അതുകൊണ്ട് വിശ്വാസി അവിടെ നിന്ന് മാറി നിൽക്കും. അതേപോലെ വിശ്വാസികളാകുന്ന നമ്മളും ഇദ്ദേഹത്തിൽ നിന്നും മാറി നിന്നേ പറ്റൂ. ഇദ്ദേഹം ഇപ്പൊ വീണ്ടും മുസ്ലിമീങ്ങളെയൊക്കെ ഒന്ന് ചെറുതായിട്ട് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മുസ്ലിമീങ്ങളൊന്നും ഇനി പഴയതുപോലെ പോയി തലവെച്ച് കൊടുക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അദ്ദേഹം നല്ല സ്വഭാവമുള്ള ആളായി മാറിയെങ്കിൽ, മാന്യമായി സംസാരിക്കുന്ന ആളായി മാറിയെങ്കിൽ അത് നല്ലതാണ്, അത് അദ്ദേഹത്തിനും നല്ലതാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഇപ്പൊ പഴയതുപോലെയായി എന്ന് ചിന്തിച്ച് ആരും ഓടിപ്പോയി പിന്തുണക്കാനും പൈസ അയച്ചു കൊടുക്കാനും വീഡിയോയ്ക്ക് കമന്റ് എഴുതാനും സ്വാമി മഹാനാണെന്ന് പുകഴ്ത്താനും ഒന്നും നിൽക്കരുത്. ഒരു വട്ടം കടി കിട്ടിയതല്ലേ, അതുകൊണ്ട് ബോധമുണ്ടാകണം. ഇദ്ദേഹം ഇപ്പൊ ചെറുതായിട്ടൊക്കെ സുഖിപ്പിക്കാൻ തുടങ്ങിയത് പുതിയ വീഡിയോയിൽ കാണാം. അമ്മ വെടിക്ക് വെച്ച് നഷ്ടപ്പെട്ട് മദീനയിൽ നിന്ന് മക്ക വരെയുള്ള സ്ഥലം മണിക്കൂറോളം ആ അടിമ സ്ത്രീയോടൊപ്പം ഇരുന്നിരുന്ന മുഹമ്മദ് കരഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അനാഥത്വത്തിലേക്കുള്ള വീഴ്ചയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അബൂ ത്വാലിബ് അദ്ദേഹം എടുത്ത് വളർത്തിയത്, കഷ്ടപ്പെട്ട് വളർന്നത്. ഈ ചരിത്രം കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ അത് സ്പർശിച്ചു. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് 7 വയസ്സോളം മരിച്ചതാണ്. പിന്നെ ഞാൻ വളർന്ന മുത്തച്ഛൻ്റെയും അമ്മൂമ്മയുടെ ഒപ്പാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, അന്ന് നബി തിരുമേനിക്ക് തോന്നിയ പോലെ ഈ കണ്ടമാനം കല്ലുകൾ, ഉസാന ഹുബൈൽ, അങ്ങനെയുള്ള കുറെ ദൈവങ്ങൾ, 365 ദൈവങ്ങൾ, അതൊക്കെ എന്തോ പന്തികളിൽ തോന്നിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതന്നെ എനിക്കുണ്ടായിരുന്നു. ആ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കാര്യം മനസ്സിലാക്കി, ഈ കല്ല് വെച്ചുള്ള ആരാധനയല്ല, അതിന്റെ കൂടുതൽ തത്വങ്ങൾ ഉണ്ടാകും, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ കല്ലിലെന്ത് ദൈവം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് അപ്പൊ ഞാൻ ഈ ഗ്രന്ഥം മുഴുവൻ പറയാനുണ്ടായത് അന്ന് യൂട്യൂബിൽ, അത് പലരും കേട്ടിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും. ഇദ്ദേഹം ഒരു കാലത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇറക്കാനുണ്ടായ കാരണമാണ് ഇദ്ദേഹം ഈ വിശദീകരിക്കുന്നത്. നബി തിരുമേനി എന്നൊക്കെ അദ്ദേഹം പഴയ ആ ഒരു ശൈലിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് എൻ്റെ മുസ്ലിമീങ്ങളോട് പറയാണ്, ഇനിയും ആ പഴയ അബദ്ധം ആവർത്തിക്കരുത് എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഹിന്ദുക്കളെയും ഒന്ന് ചെറുതായിട്ട്, പഴയതുപോലല്ല, പഴയതെന്ന് പറഞ്ഞാൽ വളരെ നീചമായ വൃത്തികെട്ട വാക്കുകളിലൂടെയാണ് ഹിന്ദുക്കളെ വിമർശിച്ചിരുന്നത്, സംഘികളെ വിമർശിച്ചിരുന്നത്, ഇപ്പൊ മുസ്ലിമീങ്ങളെയും വിമർശിച്ചു കൊണ്ടിരുന്നത്. ഇപ്പൊ വീണ്ടും അദ്ദേഹം ഹിന്ദുക്കളെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിമർശിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് പറയുന്ന സമയത്ത് അതിലുള്ള ചില നല്ല കാര്യങ്ങൾ അത് വെച്ച് ഞാൻ ഇപ്പുറത്ത് പറയാണ്ട്, ഹിന്ദുക്കളെ നിങ്ങളിത് കണ്ടുപിടിക്കും എന്നിത്യാദി കാര്യങ്ങൾ. അതോടിട്ട് എന്തുണ്ടായി, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പല ഹിന്ദുക്കളും വ്യക്തിപരമായിട്ട് എന്നോട് യാതൊരു അറപ്പും വെറുപ്പില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ സംഘടനാ പ്രവർത്തനത്തിലുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയെ നമ്മൾ തൊട്ട് കളിച്ചാൽ അതിനകത്തുള്ള 10,000 ഒറ്റയടിക്ക് നമുക്ക് എതിരാവുകയാണ്. കാരണം അവർ സംഘടനയുടെ അടിമകളാണ്. ഒരു വ്യക്തിയാണ്, ഈ വ്യക്തിയോട് നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സംഘടനയുടെ അടിമകളായി മാറിക്കഴിഞ്ഞാൽ അത് വലിയൊരു
വലിയൊരു അറ്റാക്കിംഗ് പവറാണ് വാസ്തവത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ എന്താണ് പിന്നെ ഈ സംഘടനയെക്കുറിച്ച് അയാൾ പറഞ്ഞത് നോക്കില്ല, പിന്നെ എടുത്തിട്ട് അടിക്കുകയാണ്, എടുത്തിട്ട് അലക്കുകയാണ് ചെയ്തത്. കാലങ്ങളെ കൊണ്ട് എനിക്ക് സംഭവിച്ചത് അതാണ്. അപ്പൊ കാലങ്ങളായി ഇദ്ദേഹം അനുഭവിക്കുന്നതും അതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പുസ്തകം വായിച്ചപ്പോൾ കല്ലുകളെ ആരാധിക്കുന്നത്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വായിച്ചപ്പോൾ ഇദ്ദേഹം ഹിന്ദുക്കളോട് പറഞ്ഞുവത്രേ ഇതൊക്കെ കണ്ടു പഠിക്കാൻ. ഇദ്ദേഹം എങ്ങനെയാ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആരെങ്കിലും പ്രതികരിച്ചോ? സംഘികൾ പ്രതികരിച്ചോ? ഹിന്ദുക്കൾ പ്രതികരിച്ചോ? ഇദ്ദേഹം പലപ്പോഴും അവകാശപ്പെടാറുള്ളത് ഇദ്ദേഹം വളരെ പ്രശസ്തനാണ്, സമൂഹത്തിലെ വലിയ വലിയ വ്യക്തികളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് എന്നൊക്കെയല്ലേ. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, നമ്മുടെ കേരളത്തില് നമ്മുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഇദ്ദേഹം മുമ്പിലേക്ക് പോയില്ലത്രേ, പിന്നിൽ നിന്നു എന്നാണ്. എന്താ മുമ്പിലേക്ക് പോകാത്തതിന്റെ കാരണം? ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി കണ്ടാൽ വിളിച്ച് അടുത്തിരുത്തും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. അതേപോലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൊക്കെയായി വലിയ സൗഹൃദമുള്ള ആളാണ്. എന്ന് മാത്രമല്ല, സമൂഹത്തിൽ അറിയപ്പെട്ട ആരൊക്കെയുണ്ടോ അദ്ദേഹവുമായിട്ടൊക്കെ വ്യക്തിബന്ധവും പരിചയവുമുള്ള ആളാണ് എന്നൊക്കെ ഇദ്ദേഹം പല വീഡിയോകളിലും ഇടക്കിടക്ക് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഇദ്ദേഹം അത്ര വലിയ അറിയപ്പെട്ട പ്രശസ്തിയുള്ള ആളൊന്നുമല്ല. എന്തിനോ വേണ്ടി വീഡിയോ ചെയ്യുന്ന, എന്തൊക്കെയോ പറയുന്ന ഒരാൾ. അദ്ദേഹം ഇപ്പൊ ഇതാ ഹിന്ദുക്കളെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് തോണ്ടി തുടങ്ങിയതുപോലെ എനിക്ക് തോന്നുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ മുസ്ലിമീങ്ങളെ അതിലേക്ക് വീണു പോകണ്ട. അതെന്താണ് ആള്, എന്താണ് സ്വഭാവം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി ആ വഴിക്കേ നമ്മൾ പോകണ്ട. അദ്ദേഹം എന്തോ പറയട്ടെ, ഇസ്ലാമിനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ഇസ്ലാമിനെ തെറി പറഞ്ഞാലും അവിടെ പോയി കമന്റ് എഴുതാനോ പൊക്കി പറയാനോ ഇകഴ്ത്തി പറയാനോ ചീത്ത പറയാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട. അദ്ദേഹത്തിന്റെ പാടായി, കേസായി. ഒരു കേസ് വന്നതോടുകൂടി അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഇതൊക്കെ നല്ലതിനാണെങ്കിൽ നല്ലതുപോലെ നടക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.